കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അൻവർ അവകാശപ്പെടുന്നത് ഞാനാണ് അതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്നുള്ളതല്ലാതെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് ഇതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. UDFന്റെ അസോസിയേറ്റ് മെമ്പറാക്കി എന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ അല്ല ആക്കിയിട്ടുള്ളത്, അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കി, അതിൻ്റെ കൂടെ CK ജാനുവിനെ ആക്കി. അദ്ദേഹത്തിന്റെ രീതികൾ, നിലപാടുകൾ, യൂസ് ആൻഡ് ത്രോ എന്നുള്ള സമീപനം, ആളുകളെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന രീതി, ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പിണറായി എനിക്ക് പിതൃതുല്യനാണ്, അതായത് പാപ്പാക്ക് തുല്യനാണ്. അത് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് പിണറായിയെ തന്തയ്ക്ക് വിളിക്കുക. ഇതാണ് സംഭവം. പിണറായിസം, മരുമോനിസം. സത്യത്തിൽ അൻവറിസം എന്ന് പറയുന്ന ഒരു ഇസമാണ് ഇപ്പം കേരളത്തിലുള്ളത്. അത് സ്വാർത്ഥതയുടെ ഇസമാണ്. കേരളം ഇന്ന് വരെ കണ്ട ഏതൊരു രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. കേരളത്തിലെ പപ്പു യാദവാണ് അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അൻവറിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതാരാ? ഇസ്ലാമിക തീവ്രവാദികളാണ്. പിന്നെ പുള്ളിയുടെ വേറെ വീക്ക്നെസ് ഉണ്ട്, അതിനകത്ത് മതവും ജാതിയൊന്നും നോക്കാതെ സ്ത്രീകളെ തുല്യ പരിഗണനയോടുകൂടി കാണുന്ന ആളും കൂടിയാണത്. വർഗീയത ഒരു ടൂളായിട്ട് യൂസ് ചെയ്യും. പുള്ളി വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നമസ്കാരം. പ്രസീത അഴീക്കോട് തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മനമെടുത്താണ് രാജിയെന്നും തങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവരാരോപിക്കുന്നത്. ചെറിയ ആരോപണമല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഭാവി എന്ത്? PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത്? തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ഭാവി എന്ന് പറയുമ്പോൾ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അൻവർ അവകാശപ്പെടുന്നത് ഞാനാണ് അതിന്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്നുള്ളതല്ലാതെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് ഇതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. അൻവറിന് ഇപ്പോഴും ബേപ്പൂര് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് അടിവരയിട്ട് പറയുകയാണ്. അൻവർ അങ്ങനെ തലകുത്തി മറിഞ്ഞാലും തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം തൃണമൂൽ കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല. കാരണം തൃണമൂൽ കോൺഗ്രസ് അൻവറിനെ അംഗീകരിച്ചിട്ടില്ല. 2, UDFന്റെ അസോസിയേറ്റ് മെമ്പറാക്കി എന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെ അല്ല ആക്കിയിട്ടുള്ളത്, അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കി, അതിൻ്റെ കൂടെ CK ജാനുവിനെ ആക്കി. CK ജാനു = PV അൻവർ എന്നൊരു ഇക്വേഷൻ വന്നിട്ട് രാജേന്ദ്രൻ വെള്ളപ്പാലത്തും ഉണ്ട്. അതേപോലെ അയാളുടെ അടുത്ത് കുറച്ച് പൈസയുണ്ട്, അയാളെ UDFന്റെ മെമ്പറാക്കിയിട്ടുണ്ട്. അൻവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 9 വർഷം MLA ആയിരുന്ന, പല പാർട്ടിയിലൂടെയും ചാടി പിന്നെ നിലമ്പൂർ വനം കുറച്ചു കാലം കൈകാര്യം ചെയ്തായിരുന്നു. K. സുധാകരൻ വനം വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് അങ്ങനെ കുരങ്ങനുമായിട്ടൊക്കെ ഇടുക്കി ചേർന്ന് ശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചില സ്വഭാവം കിട്ടിയിട്ടുണ്ട്. വെറും ചാട്ടമാണ്. ഏതിലൊന്നും എങ്ങോട്ട് ചാടണം എന്നുള്ളത് അറിയത്തില്ല. കോൺഗ്രസിൽ കൂടെ തുടങ്ങി യൂത്ത് കോൺഗ്രസിൽ വന്നു, കരുണാകരൻ ഗ്രൂപ്പുകാരനായിരുന്നു. അവിടുന്ന് DIC ചാടി, DICയിൽ നിന്ന് പിന്നീട് സ്വതന്ത്രനായിട്ട് ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ 2011 ഒന്ന് മത്സരിക്കുന്നു. 2014 ലോക്സഭയിലേക്ക് വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. 2016 ആകുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ വരുന്നു, മത്സരിക്കുന്നു, വിജയിക്കുന്നു. പേയ്മെൻറ്റ് സീറ്റായിരുന്നു. 2021 വീണ്ടും മത്സരിച്ച് വിജയിച്ചു. അന്ന് ഈ CR ലിയോണിലൊക്കെ പോയിട്ട് പുള്ളി വരുന്നൊരു വലിയൊരു മാസ് വരവായിരുന്നു. കൗബോയ് തൊപ്പിയും ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് എയർപോർട്ടിൽ ഭയങ്കര സ്വീകരണമായിരുന്നു. കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ലോക്കായി കിടക്കുകയാണ്. കാരണം ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ പുള്ളിക്കെതിരെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പെറ്റാണ്, മുസ്ലിം തീവ്രവാദികളുടെ പെറ്റാണ്. പക്ഷേ ആ ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് ബേപ്പൂർ പോയപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് യാത്രയാണ്. ഇപ്പം അവിടെ തീർത്ഥാടന യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ അമ്പലത്തിൻ്റെ അടുത്തും പോയിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ ഭയങ്കര സെക്കുലർ ആണെന്ന് കാണിക്കാം. ആൾ സെക്കുലറൊക്കെ തന്നെയാണ്, ഇപ്പോൾ എല്ലാ സ്വഭാവത്തിനകത്തും സെക്കുലർ തന്നെയാണ്. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് വേറെ എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രീതികൾ, നിലപാടുകൾ, യൂസ് ആൻഡ് ത്രോ എന്നുള്ള സമീപനം, ആളുകളെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന രീതി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അൻവർ മാത്രമാണ് അസോസിയേറ്റ് മെമ്പർ എന്ന് ഞാൻ പറഞ്ഞു. സജി മഞ്ഞക്കടമ്പൻ UDFന്റെ കോട്ടയം പോലെയുള്ള ജില്ലയുടെ ജില്ലാ ചെയർമാനായിരുന്നു. ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും ബോർഡിൻ്റെയോ കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. നിയമസഭാ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവി വെള്ളത്തിലാക്കി. മനോജ് പത്തനാപുരം ഗണേശകുമാരൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഗണേശൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോകുന്നു. ഇപ്പം ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മത്തേക്ക് എത്തിയതും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രസീത അഴീക്കോട് ഏകദേശം 2 മാസം മുമ്പാണ് കണ്ണൂർ കോർപ്പറേഷനിൽ പോയിട്ട് കുറേ അഭ്യാസം ഒക്കെ കാണിച്ചത്. ഭരതനാട്യവും കുച്ചിപ്പിടിയും തടസ്സപ്പെടുത്തലും ഒക്കെ ഒച്ചയും വിളിയും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോഴേ എനിക്ക് മനസ്സിലായി കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. പിന്നുള്ളത് നിസാർ മേത്രാണ് ഇപ്പോൾ ഒന്ന് ഉറച്ചു നിൽക്കുന്നത്. നിസാർ മേത്ര ഒരുപക്ഷെ ചിലപ്പോൾ 2ാമത് സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ തൃക്കരിപ്പൂരി സ്ഥാനാർത്ഥിയാവുമായിരിക്കും. പിന്നെ ഉള്ളൊരു പുലാമന്തോളുള്ളൊരു ബിസിനസ്സുകാരൻ, ഈ പുലാമന്തോളുള്ള ബിസിനസ്സുകാരനാണ്. പുള്ളിക്ക് ഒരു ചെറുപ്പക്കാരനാണ്, പ്രവാസി വ്യവസായിയൊക്കെയാണ്. ഭൂലോകത്തരികിൻ്റെ പരിപാടികൾ മുഴുവനുണ്ട്. പുള്ളിക്ക് BD സതീഷിൻ്റെ അടുത്തും സാദിഖലി തങ്ങളുടെ അടുത്തും കുറച്ച് ആക്സസ് ഉണ്ട്. ഈ ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ ആ ആക്സസ് വെച്ചിട്ടാണ് UDFലേക്ക് വല്ല അസോസിയേറ്റ് മെമ്പർ ആക്കാൻ വേണ്ടി കൂടി കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ അടുത്തുണ്ട്. സതീഷിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നു, സതീഷിൻ്റെ കയ്യെ പിടിച്ച് സംസാരിക്കുന്നതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, മുക്കാൽ പിണറായി എന്ന് സതീഷിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ് PV അൻവർ. ആ PV അൻവറാണ് സതീഷിൻ്റെ കയ്യും കാലും പിടിക്കാൻ വേണ്ടി ആരും കാണാതെ പോയിട്ട് തലമുണ്ടിട്ട് ലേലു വല്ലി എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞത്. മീൻ വണ്ടിയിൽ കേരളത്തിലേക്ക് ഹവാലപ്പണം കൊണ്ടുവന്നു സതീഷിനെ കുറിച്ച് നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച ആളാണ് PV അൻവർ. സഭയ്ക്കകത്ത് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് സംരക്ഷണം കിട്ടും, പുറത്തിറങ്ങി ഉന്നയിച്ചു കഴിഞ്ഞാൽ ഡിഫോമേഷൻ കൊടുക്കുക. മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു. ഈ മീൻ വണ്ടി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്ക് ഇങ്ങനത്തെ കുറേ വിവരക്കേടുകളുണ്ട്. പണ്ട് പുള്ളി കക്കാടം പൊയിലിൽ പാർക്ക് തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, ജപ്പാനിലോട്ട് പോകുന്ന കാർമേഘങ്ങളെ ഇവിടെ
പിടിച്ചു നിർത്തി മഴ പെയ്യിക്കാനാണ് കേരളത്തിൽ പെയ്യേണ്ട മഴയൊക്കെ ജപ്പാനിൽ പോയിട്ട് പെയ്യാണ്. അപ്പോൾ കാർമേഘങ്ങളെ പിടിച്ചു നിർത്താൻ ആരോ തമാശയ്ക്ക് സ്മാൾ അടിച്ചിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, ഉയരത്തിൽ മലയുടെ മുകളിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ കാർമേഘം തടഞ്ഞു നിർത്തും മഴ പെയ്യുമെന്ന് പറഞ്ഞു. ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ്. വെള്ളം അടിച്ചപ്പോൾ തമാശയ്ക്ക് പറഞ്ഞ കാര്യം പുള്ളി പിറ്റേന്ന് പത്രസമ്മേളനത്തിൽ കയറി പറയുന്നു, ഇവർ പറഞ്ഞു കൊടുത്തവരും പോലും പ്രതീക്ഷിച്ചില്ല. പത്രസമ്മേളനത്തിൽ കയറി ഭൂലോക വിഡ്ഢിത്തരം പിടിച്ച് പറയുക. മാത്രമല്ല പക്ക ബിസിനസ്സുകാരനാണ് പുള്ളി. ഒരിക്കൽ പറഞ്ഞു, പിണറായി എനിക്ക് പിതൃതുല്യനാണ്, അതായത് പാപ്പാക്ക് തുല്യനാണ്. അത് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് പിണറായിയെ തന്തയ്ക്ക് വിളിക്കുക. ഇതാണ് സംഭവം, പിണറായിസം, മരുമോനിസം. സത്യത്തിൽ അൻവറിസം എന്ന് പറയുന്ന ഒരു ഇസമാണ് ഇപ്പം ഇന്ന് കേരളത്തിലുള്ളത്. അത് സ്വാർത്ഥതയുടെ ഇസമാണ്. കേരളം ഇന്ന് വരെ കണ്ട ഏതൊരു രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. കേരളത്തിലെ പപ്പു യാദവാണ് അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പണ്ട് പപ്പു യാദവിനെ അറിയാലോ, പിന്നെ ഉത്തർപ്രദേശിലെ ആ രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുകളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിട്ടും അൻവർ മാറി എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അൻവറിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതാരാ? ഇസ്ലാമിക തീവ്രവാദികളാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ യഥാർത്ഥ സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇഷ്ടമില്ല. പുള്ളി തീവ്രവാദിയാണെന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 സ്മോൾ അടിക്കും, അത്യാവശ്യം സിഗരറ്റ് വലിക്കും, അത്യാവശ്യം പുള്ളിയുടെ വേറെ വീക്ക്നെസ് ഉണ്ട്. അതിനകത്ത് മതവും ജാതിയൊന്നും നോക്കാതെ സ്ത്രീകളെ തുല്യ പരിഗണനയോടുകൂടി കാണുന്ന ആളും കൂടിയാണത്. കാരണം എനിക്ക് തന്നെ അറിയാവുന്ന ഒരു യുവതിയോട്, നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന യുവതിയോട് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയിട്ട് ആദ്യം ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിരുന്ന MLA ആകുമ്പോൾ സ്റ്റാഫായിരുന്ന സജീവാണ് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയി പരിചയപ്പെടുത്തി. 2ാമത്തെ പ്രാവശ്യം ഒറ്റയ്ക്കാണ് കാണുന്നത്. കാണുമ്പോൾ പറയണം, നമുക്ക് 2 ദിവസം ഒരു യാത്ര പോയാലോ, നമുക്ക് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏത് നമ്മൾ രണ്ടുപേരും കൂടെ മാത്രം ഒരു യാത്ര എങ്ങോട്ടെങ്കിലും പോകുക, എന്നിട്ട് വിശദമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അതെന്താ ചർച്ച, എങ്ങനെ ചർച്ച എന്നുള്ളത് അറിയാലോ. അതായത് ഈ മാങ്ങാണ്ടിയെ പോലെ 7 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, ദില്ലിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമാനമായ, അതായത് 38 വയസ്സുള്ള മാങ്ങാണ്ടി പറഞ്ഞതിന് തത്തുല്യമായ കാമുക ഹൃദയത്തോടെ 59 വയസ്സുള്ള PV അൻവർ പറഞ്ഞു എന്നുള്ളതാണ്. അത് ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല, അതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിന് കോഴിക്കോട് ഒരു ഭാര്യയുണ്ട്, മലപ്പുറത്തൊരു ഭാര്യയുണ്ട്, പാലക്കാട് ഭാര്യയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു. മലപ്പുറത്ത് തന്നെ 2 ഉണ്ട്. ഇപ്പം ഒന്ന് ഒതായിലുണ്ട്, ഒന്ന് മമ്പാട് ഒരാളെ കൊണ്ടേ താമസിപ്പിച്ചിട്ടുണ്ട്. അതൊരു മദ്രസ അധ്യാപകൻ്റെ ഭാര്യയാണ്. അതിന് ജോലി കൊടുത്തു. കാണാൻ വളരെ സുന്ദരിയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ PV അൻവർ തോക്കേണ്ടതായിരുന്നു VV പ്രകാശിനോട്. കാരണം ഈ മദ്രസ അധ്യാപകൻ്റെ ജീവിതം തകർത്തു. അയാളുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്തി. അയാളെ വിളിച്ചിട്ട് നിലമ്പൂർ TVയിൽ വിളിച്ചിട്ട് അൻവർ പറയുകയാണ്, കുടുംബ പ്രശ്നത്തിൽ MLA ഇടപെട്ട രമ്യമായി പരിഹരിക്കാനില്ല നോക്കണ്ട, അതിന് പകരം ഇങ്ങനെ അടുത്തോട്ട് വിളിച്ചിരിക്കാൻ കസേരയും കൊടുത്തില്ല, എന്നിട്ട് മുഖത്തോട്ട് സീർട്ട് വലിച്ചിട്ട് ഊതിയിട്ട് പറഞ്ഞു ഡിവേഴ്സ് കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയെന്ന് പറഞ്ഞു എന്നാണ് ആ മദ്രസ അധ്യാപകൻ ക്യാമറയുടെ മുമ്പിലിരുന്ന് പറഞ്ഞതാണ്. അതിപ്പോഴും നമ്മുടെ അടുത്ത് ഹാർഡ് ഡിസ്കിൽ ആ സാധനം സ്റ്റോക്ക് ഉണ്ട്, നമ്മളത് എയർ ചെയ്തില്ല. മാത്രമല്ല ഇങ്ങനെ പിന്നെ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് മദ്രസ അധ്യാപകൻ നോക്കിയപ്പോൾ ഞാനത് ബ്ലോക്കും ചെയ്തു, അത് നടത്തരുതെന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമാകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ കാരുണ്യത്തിലാണ് 2021 തൊട്ട് 2025 വരെ, 24 അവസാനം വരെ 3.25 വർഷക്കാലം PV അൻവർ MLA ആയത്. അദ്ദേഹം അതിൻ്റെ നന്ദി കാണിക്കണം സത്യത്തിൽ എന്നോട്. കാരണം ഞാൻ അന്ന് ആ സാധനം റിലീസ് ചെയ്താൽ, 2021 ഏപ്രിൽ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞാൻ ആ സാധനം റിലീസ് ചെയ്താൽ PV അൻവർ തോറ്റു. 3000 ചില്ലാനം വോട്ടിലാണ് PV പ്രകാശിനോട് ജയിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ PV അൻവർ തോറ്റു. അൻവർക്ക് ഈ സംഭവം അറിയാം. പക്ഷേ അതിൻ്റെതായ നന്ദി അൻവർക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് പുള്ളി ഈ സ്നേഹം അഭിനയിച്ചതാണോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പോട്ടെ, ജയശങ്കർ വക്കീലിനെയും ബിനു ബി ജോണിനെ ഏഷ്യാനെറ്റിനകത്ത് കയറി അടിക്കണമെന്ന് പറഞ്ഞു കുറച്ച്. ഇപ്പോൾ അടിക്കുന്ന കാര്യമൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ചാനലുകാരനെ അടിക്കണ്ടല്ലോ. മറ്റേത് CPMൻ്റെ ചില വിവരമില്ലാത്ത ആൾക്കാരുടെ സൈബർ കടന്നലുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി പറഞ്ഞു. ഷാജൻസ് കറിയെ അടിക്കണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ അവിടെ ഒന്ന് താഴെ ഇറക്കുമെന്ന് പറഞ്ഞു. ഷാജൻസ് കറിയുടെ ഓഫീസ് ഇപ്പോഴും അവിടെ, ഇപ്പോൾ അതിറക്കാൻ പോകണ്ട. ഇതൊക്കെ വിട്ടുകളഞ്ഞു. പുള്ളി ഒരു സാധനം തുടങ്ങി വെക്കും, ഇതെല്ലാം വിട്ടുകളയും. പുള്ളി അടുത്തയിലോട്ട് ജമ്പ് ചെയ്യും. പുള്ളി എപ്പോഴും അക്കരപ്പച്ച ഒരാളാണ്. ജയശങ്കർ വക്കീൽ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യ വിഷൻ തുടങ്ങിയ സമയത്ത് നികേഷ് കുമാർ ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ വരെ ജയശങ്കർ വക്കീലിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വാരാന്ത്യം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അന്നത്തെ ക്ലാസ് പ്രോഗ്രാമായിരുന്നു. ജയശങ്കർ വക്കീലിനെ ഒതായിന്ന് ഒരു പക്കറ്റ് മനുഷ്യ വിസർജ്യമായിട്ട് പോകും, എന്നിട്ട് ജയശങ്കർ വക്കീലിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നു. ഇയാളെന്താ തോട്ടിപ്പണി എടുക്കുക? ഇയാൾ അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യ പോകണമെന്ന്. ഉത്തരേന്ത്യയിലും ഇപ്പോൾ തോട്ടിപ്പണിക്ക് സ്കോപ്പില്ല. ഇനിയാണ് ഇല്ലാത്ത ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ, വല്ല ആഫ്രിക്കൻ രാജ്യത്തും ഉണ്ടെങ്കിൽ സ്വർണം കുടിക്കാൻ പോയതുപോലെ തന്നെ പോയിട്ട് അവിടെ തോട്ടിപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് എടുക്കുക. സേവേജ് സാധനം അതിൻ്റെ ടാങ്കറൊക്കെ കൂടെ വെച്ചിട്ട് ആ ബിസിനസ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മനുഷ്യ മലവും കൊണ്ട് ഞാൻ പോയിട്ട് കാറെ കയറ്റിയിട്ട് ഇത് കാറെ കയറ്റി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ നാർത്തില്ലേ, വണ്ടി പോകുമ്പോൾ ഇത് കുലുക്കി ചാടത്തില്ലേ? അതിനൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല. ഒരു ലോജിക്കും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. 2016 ഇയാൾ സിയാറ ലിയോണിൽ പോയി. അവിടെ പോയിട്ട് 2016 പോയി അവിടെ സ്വർണ്ണം ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാൻ പോയതാണ്. ഇതിന് മൈനിങ്ങിനുള്ള ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ല. മാനുവലി ആൾക്കാർ തൂമ്പായും പിക്കാസും എടുത്തിട്ട് കിളച്ചിട്ടാണ് കുടിക്കുന്ന, സ്വർണം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങി അവസാനം ഇയാളോട് ഇവിടുന്ന് വിജയരാഘവൻ CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ വിളിച്ചറിയിച്ചു, വരുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ വേറെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നതാണ്. അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ പുള്ളിക്ക് കുറച്ച് പൈസ മറക്കിയാൽ വരുന്ന കുറച്ച് കൂലിത്തൊഴിലാളികളുണ്ട്, വേറെ പണിയൊന്നുമില്ല. അൻവർക്കാന്ന് പറഞ്ഞു പോകും. എയർപോർട്ടിൽ ഇവർ സ്വീകരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളായിരുന്നു.
അയാൾ പറഞ്ഞത് CR ലിയോണുള്ളത് വലിയ പ്രൊജക്റ്റാണ്, കോടികളുടെ പ്രൊജക്റ്റാണ്, 10-30,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. അപ്പോൾ ഈ മണ്ഡലത്തിലുള്ള പ്രവർത്തകരെല്ലാം ആക്റ്റീവായി. എന്താണെന്നറിയോ, ഇയാൾ അവിടെ ബിസിനസ് തുടങ്ങുമ്പം ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒന്ന് കൊണ്ടുപോകണം, എൻ്റെ ഇന്നാരെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ കുടുംബങ്ങൾ രക്ഷപ്പെടുമല്ലോ. അപ്പോൾ അവിടെ സ്വർണ്ണഖനിയിലല്ലേ പണിയെടുക്കാൻ പോകുന്നത്, വലിയ ശമ്പളവും കിട്ടുമല്ലോ. ഇതൊക്കെ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ പറ്റിക്കണം എന്നും ആൾക്കാരുടെ മനസ്സ് വായിച്ച് ഇവനെ എങ്ങനെ, നമ്മുടെ മുമ്പിൽ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഇവനെ എനിക്ക് എങ്ങനെ വിൽക്കാം എന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. ഇഷ്ടം പോലെ മുതൽ അപ്പനുണ്ടാക്കിയത് വാപ്പുണ്ടാക്കിയ മുതലൊക്കെ ഉണ്ട്. ഇപ്പം വീട്ടിൽ പൗക്കത്തലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ആൾ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിത്ത് ഗുണം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇല്ലാത്ത ചില കുഴപ്പങ്ങളും കൂടി പുള്ളിക്കുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം തന്നെ എത്ര പേര് പെട്ടുപോയി. ഇദ്ദേഹത്തിൻ്റെ ഇസ്മായിൽ അരഞ്ഞിക്കൽ എന്ന് പറയും, നിലമ്പൂർ 2-3 പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലോട്ട് മത്സരിച്ച് വിജയിച്ചതാണ്. ജനതാദളിൻ്റെ പേരിലാണെങ്കിലും സ്വന്തം കഴിവുകൊണ്ടൊക്കെ ജനിച്ചത്. എഴുത്തും വായനയൊന്നും അറിയത്തില്ല. എൻ്റെ സുഹൃത്താണ് ഇസ്മായിൽ അരഞ്ഞിക്കൽ. പുള്ളിയെ പിടിച്ചിട്ട് ഇതിൻ്റെ തൃണമൂൽ കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. ആ പാവത്തിന് അഡ്രസ്സ് ഇപ്പം ഇല്ല. സജി മഞ്ഞക്കടമ്പിൻ്റെ അഡ്രസ്സ് ഇപ്പം ഇല്ല. മനോജിൻ്റെ അഡ്രസ്സ് ഇപ്പം ഇല്ല. സലിത്ത് എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരനായിട്ടുള്ള പയ്യനായിരുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തിരുന്നത്. ആൾക്കാർ പോയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ലൈനായിട്ട് നിന്നിട്ട് ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, കമൻ്റ് ഇടുന്നു. എല്ലാവരും വിചാരം അൻവർക്കൊക്കെ ഇത്ര നല്ല ഭാഷയെന്നാണ്. ഇത് അൻവർ അല്ല പേജ് കൈകാര്യം ചെയ്തേ. അതിൻ്റെ പാസ്വേഡ് വരെ സലിത്തിൻ്റെ സലിത്താണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സലിത്തിൻ്റെ ലാംഗ്വേജാണ്. വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് സലിത്ത്. ഇയാൾ പക്ഷേ എന്ത് ചെയ്തു, ആ സമയത്ത് യൂസഫ് അലിയുമായിട്ട് ലിങ്ക് കിട്ടി. അതിനു മുമ്പ് യൂസഫ് അലിയായിട്ട് ലിങ്ക് കിട്ടിയില്ല. ഈ കവളപ്പാറ ദുരന്തത്തിൽ 19 പേര് മരിക്കുകയും ഒരുപാട് വീടുകൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ റീബിൽഡ് നിലമ്പൂർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കവളപ്പാറക്കാർക്ക് യൂസഫ് അലി വീട് വെച്ച് കൊടുത്തപ്പം യൂസഫ് അലി അവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. യൂസഫ് അലിയുടെ കൂടെ PV അബ്ദുൽ വഹാബ് ഉണ്ട്. വഹാബിനെ കൃത്യമായിട്ട് അറിയാം. വഹാബിൽ ഉണ്ട്. യൂസഫ് അലി അതെല്ലാം കാണുന്നു. അൻവറിൻ്റെ സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അൻവറിനെ മൈൻഡ് ചെയ്തു പോലും ഇല്ല, ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് അൻവർ തിരിച്ച് കാറി കയറിയിട്ട് വേറെണ്ടായിരുന്നു, അയാളൊരു വല്ലാത്ത വൃത്തികെട്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു പോയി. കാരണം ഈ പാവങ്ങൾക്ക് വീട് കിട്ടിയാൽ നോക്കിയാൽ മതി. അൻവറിനെ ഒന്നും മൈൻഡ് ചെയ്തില്ല. യൂസഫ് അലിയുടെ മുമ്പിൽ അൻവർ എന്ത്. പക്ഷേ അൻവറിന് പിന്നീട് യൂസഫ് അലിയുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഷാജൻ സ്കറിയയും യൂസഫ് അലിയും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ഷാജൻ സ്കറിയ യൂസഫ് അലിക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി യൂസഫ് അലി പലയിടത്തും അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഷാജൻ സ്കറിയക്കെതിരെ കേസ് കൊടുക്കുകയും ഷാജൻ സ്കറിയെ ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ട് 2023. ആ സമയത്ത് യൂസഫ് അലിയുടെ കോൾ സെക്രട്ടറി വിളിക്കുന്നു. യൂസഫ് അലി അങ്ങനെ ആരെയും വിളിക്കത്തില്ല. അതുകൊണ്ട് യൂസഫ് അലിക്ക് ഫോൺ കൊടുക്കുന്നു. യൂസഫ് അലി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ഇയാൾക്ക് ലോട്ടറി അടിച്ച പോലെയായി. യൂസഫ് അലി അത്യാവശ്യം സാമ്പത്തികമായിട്ട് സഹായവും ചെയ്തു. കാരണം തൻ്റെ ശത്രുവിൻ ആണ് ഷായസ് കറിയക്കെതിരെ നിൽക്കാൻ ഒരാളെ കൂടെ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിന്നു. ആ സമയത്ത് ഇയാൾ യൂസഫ് അലിയെ വിശ്വസിപ്പിച്ചു ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത് പുള്ളിയുടെ മോനാണ്. ഈ സരിത കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലാംഗ്വേജ് 8 കൊമ്പിൻ്റെ പണിയെടുത്തത് അല്ല, ഇയാൾ പുള്ളിയുടെ മോനാണെന്ന്. പുള്ളിയുടെ മോനെ യൂസഫ് അലിയെ കൊണ്ട് വല്ല അഡോപ്റ്റ് ചെയ്യിപ്പിച്ച് അവിടെ ഒരു ബിസിനസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവൻ ഇപ്പം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം മഞ്ചേരിക്കടുത്ത് തൃക്കലങ്കോട് പഞ്ചായത്തിനകത്ത് ആ സ്ഥലം ഒരു ജോണി അയ്യൻ എന്ന് പറയുന്ന ഒരാളുടെ കുറേ ലാൻഡുണ്ട്. ഈ സ്ഥലം ചുളുവിലയ്ക്ക് ഒരു ആളും മേടൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുന്ന പാറയ്ക്ക് പിടിച്ചെടുക്കുന്ന ഈ സ്ഥലം ചുളുവിലയ്ക്ക് അടിച്ചെടുത്തു. എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള VM ഷൗക്കത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അങ്ങോട്ട് റോഡുണ്ടാക്കി. ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന റോഡല്ല, ഇയാളുടെ സ്ഥലത്തോട്ട് റോഡുണ്ടാക്കിയിട്ട് അവിടെ ഫ്ലാറ്റ് പ്രൊജക്റ്റ്, വില്ല പ്രൊജക്റ്റൊക്കെ കൊണ്ടുവന്നു. ഫ്ലാറ്റ് പ്രൊജക്റ്റിന് പൈസ കൊടുത്ത ഒരുപാട് പേര് പരാതിയുമായിട്ട് നമ്മുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്. നമ്മൾ അൻവർക്കായിട്ടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ടൊക്കെയാണ് മിണ്ടാതിരിക്കുന്നത്, ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അൻവർക്കടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ പൈസ കൊടുത്തിട്ട് വർഷങ്ങളായി. ഫ്ലാറ്റും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. പൈസ തിരിച്ചു തരാൻ പറഞ്ഞാൽ അതും ഇല്ല, ഫ്ലാറ്റും ഇല്ല. അവിടെ സ്ട്രക്ചർ അസ്ഥി കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കിടക്കുന്നത് അവിടുത്തെ സ്ഥിതി. പിന്നെ അവിടെ ഒരു ബെഞ്ച് മാർക്ക് സ്കൂളൊന്നും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ മറ്റേ പുള്ളിക്കാരിയെ കൊണ്ടു പിന്നെ ടീച്ചറാക്കുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ സെക്കുലറാണ്, ഞാൻ പറഞ്ഞല്ലോ, സെക്കുലറാണ്. അത് സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല, അല്ലാതെ സ്റ്റാഫിനെ ആക്കി നിർത്തും, പോലീസുകാരെ ആക്കി നിർത്തും, ബാക്കിയുള്ളിടത്ത് ഓഫീസ് പിന്നെ കൈകാര്യം ചെയ്തിരുന്ന സജീവാണ് പുള്ളിയുടെ PA ആയിട്ട്. അതിനകത്ത് സെക്കുലറാണ്, 100% സെക്കുലറാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വർഗീയത ഉപയോഗിക്കും പൊടിക്ക്. SDP ആയിട്ടുള്ള ബന്ധമൊക്കെ അതെ, SDP ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ട്. വർഗീയത ഈ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യും. പുള്ളി വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം നിലമ്പൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ 2 ദിവസം പുള്ളി വിളിച്ചിട്ട് ഞാനവിടെ പോയി നിന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. പുള്ളി പറഞ്ഞു ജയിക്കും. ഞാൻ പറഞ്ഞു ജയിക്കത്തില്ല. നിങ്ങൾ 10,000 വോട്ടിന് മേളിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചതിന് തുല്യമാണ്. നിങ്ങൾക്ക് സ്വരാജിൻ്റെ തോൽവി ഉറപ്പിക്കാൻ പറ്റും, ആരെയാണ് ഷൗക്കത്ത് ജയിക്കും. നിങ്ങൾക്ക് പിണറായി നോക്കാനുള്ള വേണ്ടി. അപ്പം നിങ്ങൾ 10,000 വോട്ട് പിടിക്കാനുള്ള പണി നോക്കുക, അല്ല നിങ്ങൾ ജയിക്കും എന്നുള്ള സ്വപ്നലോകത്തിരിക്കരുത്. അതൊന്നും പറയാൻ എന്നെ കിട്ടത്തുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ എറണാകുളത്ത് തിരിച്ചു വന്നു. അപ്പോൾ ഒരു ദിവസം ഇയാൾ പിന്നെ ജനൻ ടിവിയുടെ കണ്ട് ലോഗോ കണ്ടത്. ജനൻ ടിവിയുടെ ലോഗോയ്ക്കകത്ത് അനിൽ നമ്പ്യാർ വൈകുന്നേരത്തെ അവർ അന്തിച്ചർച്ച ഉണ്ടല്ലോ. അപ്പോൾ ജനൻ ടിവിയുടെ ചർച്ചയ്ക്കകത്തൊന്ന് ഓ അബ്ദുള്ളയുണ്ട്, ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്, ഞാനുണ്ട് ചർച്ചയ്ക്കകത്ത്. അപ്പം ഞങ്ങളുടെ പോസ്റ്റർ ഇറക്കുമല്ലോ, ഒരു കാർഡ് ഇറക്കും. ഈ കാർഡിനകത്ത് ജനൻ ടിവിയിൽ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എന്നൊക്കെ അനിൽ നമ്പ്യാരുടെ ഫോട്ടോയും ഉണ്ട്, എൻ്റെ ഫോട്ടോയും ഉണ്ട്.
ഉടനെ കൊണ്ട് പുള്ളിയുടെ ഡ്രൈവർ നൂറുദ്ദീൻ്റെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കുന്നു. നൂറെന്നെ അപ്പോൾ ഞാൻ എന്താ നൂറെന്ന് വെച്ചു, അൻവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അൻവർക്ക് എന്നോട് പറഞ്ഞു, പിന്നെ ഇന്ന് ഞാൻ ജനറൽ ചർച്ചയ്ക്ക് കൊണ്ടില്ലേ എന്ന് വെച്ചു. ഞാൻ പോകുന്നുണ്ട് അൻവർക്ക്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരെ വണ്ടിയിലാന്ന് പറഞ്ഞു. അവർ വണ്ടിക്ക് വന്ന് തന്നെ കൊണ്ടുപോകുന്നത്. എന്തോ എന്നാലും നമ്മൾ ജയിക്കുന്നു പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ ഇറാൻ ഇസ്രായേൽ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ നിലമ്പൂർ ഇലക്ഷനല്ല ചർച്ച ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഞാൻ നിലമ്പൂർ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പൊട്ടത്തരമാണ്. അതായത് കഥ അറിയാതെ ആട്ടം കാണുക. എന്തിൻ്റെ ചർച്ചയാണ്, പോസ്റ്റർ എന്താണെന്ന് ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല, അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പുള്ളി ഇത് മൊത്തം നോക്കിയിട്ടില്ല, അതിലുള്ള ക്ഷമയൊന്നുമില്ല. ജനം ടി വിയിൽ ചർച്ച, രാജൻ ജോസഫ് പങ്കെടുക്കുന്നു. രാജൻ ജോസഫ് നമ്മളെ ആളാണ്. രാജൻ ജോസഫിൻ്റെ അടുത്ത് നമുക്കൊരു സഹായം ചോദിക്കാം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അൻവർ ജയിക്കും നിലമ്പൂർ, ഇതാണ് ഇപ്പോൾ പറയേണ്ടത്. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. പിന്നെ VS ജോയിയെ നിലമ്പൂർ ശരിക്കും പറഞ്ഞ സ്ഥാനാർത്ഥി ആകാതിരുന്നത് അൻവർ VS ജോയിയുടെ പേര് പറഞ്ഞുകൊണ്ട്. അൻവറിൻ്റെ ഉദ്ദേശം ഇരുന്നത് VS ജോയിയെ പറയുക, VS ജോയി മത്സരിക്കുക, എന്നിട്ട് ഈ ബൈ ഇലക്ഷനിൽ VS ജോയി മത്സരിച്ച് ജയിച്ചിട്ട് പൊതുതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ VS ജോയിയെ തിരുവമ്പാടിക്ക് മാറ്റിയിട്ട് അൻവർ തന്നെ നിലമ്പൂർ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. മറ്റൊന്ന്, ആര്യാടനുമായിട്ടുള്ള ശത്രുത പൊളിറ്റിക്കലല്ല, വ്യക്തിപരമായിട്ടാണ്, കുടുംബപരമായിട്ടാണ്. അവർ ബന്ധുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ കാലം തൊട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഉപ്പ ആര്യാടൻ മുഹമ്മദ് മുൻ മന്ത്രിയുമായിട്ടുള്ള ശത്രുതയുടെ തുടർച്ച, പിന്നെ ഒരു പരമ്പരയായി ആ ശത്രുത തുടർന്നുകൊണ്ടിരിക്കുക. അടുത്ത തലമുറയിലേക്ക് ആ ശത്രുത വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അൻവർ ആര്യാടനോടുള്ള വിരോധം ഉണ്ടായിരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ അമ്പലങ്ങൾ മുഴുവൻ തെണ്ടുക. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം രാമേശ്വരത്ത് പോയിട്ട് പിന്നെ 24 കിണറ്റിലെ വെള്ളം കോരി കുളിക്കുകയാണെങ്കിൽ പാപമുക്തി കിട്ടും എന്നാണ് പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം. അപ്പം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യേണ്ടത് പാപപരിഹാരത്തിന് അങ്ങനെ വല്ലതും പോയി ചെയ്യണം. പുള്ളി എവിടെ പോയി കുളിച്ചാലും ഈ പാപമൊന്നും തീരത്തില്ല, അതിന് മാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനിടയിൽ കൂടെ ജില്ലാ വിഭജനം എന്ന് പറഞ്ഞു വന്നു. മലപ്പുറം ജില്ല 2ആയിട്ട് വിഭജിക്കണം, 3ആയിട്ട് വിഭജിക്കണം. പുള്ളിയുടെ വീട് നിൽക്കുന്ന ഒതായിയിൽ കളക്ട്രേറ്റ് വേണം, ഒതായി പ്രത്യേക ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം. ജില്ലാ വിഭജനം ചർച്ച, സെമിനാർ, ഒരു പുതിയ വിഷയത്തേക്ക് വർഗീയവാദികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജില്ലാ വിഭജനം എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പിന്നെ മലപ്പുറം ജില്ലയിൽ 16 സീറ്റ് ഉണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലും കുറേ സീറ്റുണ്ട്, കണ്ണൂർ ജില്ലയിൽ കുറേ സീറ്റുണ്ട്, 12 പിന്നെ മണ്ഡലങ്ങളുണ്ട്. പാലക്കാട് ജില്ല ഇതിനേക്കാൾ ഭൂമിശാസ്ത്രപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ദുഷ്കരമായ ജില്ലയാണ്. വയനാട് ജില്ലയിൽ 3 മണ്ഡലങ്ങളെ ഉള്ളെങ്കിലും വയനാട് ജില്ലയുടെ വ്യാപ്തി വളരെ വലുതാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. ഇടുക്കി ജില്ലയുടെ പിന്നെ വിസ്തൃതി വളരെ വലുതാണ്, അവിടെയും ജനസാന്ദ്രത കുറവാണ്. സ്ഥലങ്ങളിങ്ങനെ കിടക്കുക, ആളുകൾക്ക് പിന്നെ ഒരു ആശുപത്രി പോകണമെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു പിന്നെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകണം, കളക്ട്രേറ്റിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ SP ഓഫീസിൽ പോകണമെങ്കിൽ, RDO ഓഫീസിൽ പോകണമെങ്കിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലപ്പുറം ജില്ലയിൽ എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. തിരൂരിൽ നിന്ന് മലപ്പുറത്തോട്ട് എത്താനും, നിലമ്പൂരിൽ നിന്ന് മലപ്പുറത്തോട്ട് എത്താനും, കൊണ്ടോട്ടിൽ നിന്ന് മലപ്പുറത്തോട്ട് എത്താനും, പാണ്ടിക്കാട്ടിൽ നിന്ന് മലപ്പുറത്തോട്ട് എത്താനും ഒക്കെ പറ്റും. മറ്റേടത്ത് അത് പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് പിന്നെയും പറയാമെന്ന് വെച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ ഇതെല്ലാം വഴിയിൽ ഉപേക്ഷിച്ചു. അതായത് കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം വഴിയിലിടുക. മീൻ വണ്ടിയിൽ കൊണ്ടുവന്നത്, പൈസ കൊണ്ടുവന്നു പറഞ്ഞത് ഇപ്പം മിണ്ടുന്നില്ല. മുക്കാ പിണറായി എന്ന് പറഞ്ഞത് ഇപ്പം മിണ്ടുന്നില്ല. അതിനിടയിൽ കൂടെ സുജിത് ദാസ് എന്ന് പറയുന്ന പിന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഫോൺ ചോർത്തി. അതോടുകൂടി ഞാൻ ഉൾപ്പെടെ ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ പുള്ളിയോട് ഫോണിൽ സംസാരിക്കും ഇനി. കാരണം റെക്കോർഡ് ചെയ്തിട്ട് അത് ചാനലുകൾ കേൾപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ വിശ്വാസ്യത തകർക്കില്ലേ, ഒരാളുടെ വ്യക്തിപരമായ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കില്ലേ ഇന്ന്. പിന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞ ആളിതാ ഇപ്പോൾ ബേപ്പൂര് പോയപ്പോൾ മലപ്പുറം ജില്ലയില്ല, ഇപ്പം ജില്ലാ വിഭജനം ഇല്ല. പിന്നെ ഇപ്പോൾ ബേപ്പൂരി പ്രത്യേകിച്ചൊരു ജില്ല ഉണ്ടാക്കണമെന്ന് പറയുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഒരു EA സുഗു വടിക്കടവ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ബസ് ജീവനക്കാരായിരുന്നു, ആരനായിരുന്നു. CPM പിടിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി ഒക്കെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നല്ല മനുഷ്യരായിരുന്നു. ഇയാളെ ഗണിയിൽ പോയി ചാടി. ഈ പറഞ്ഞ പോലെ, ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെയൊക്കെ പോലെ തന്നെ ഇയാളെ ഗണിയിൽ പോയി ചാടി. ഇയാൾ ആ മനുഷ്യനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇയാൾ വേറെ എവിടെയെങ്കിലും എറണാകുളം എവിടെയെങ്കിലും മത്സരിക്കും, നിലമ്പൂർ സീറ്റിൽ സുഗുനെ മത്സരിപ്പിക്കുന്നു പറഞ്ഞ് സുഗുനെ മോഹിപ്പിച്ച് കൂടെ നിർത്തി സുഗുനെ കൊണ്ട് പത്രസമ്മേളനം എല്ലാം നടത്തുമ്പോൾ സുഗു കൂടെയുണ്ട്. സുഗുവിൻ്റെ ഭാര്യയും കൂടെ പഞ്ചായത്തിൽ മത്സരിച്ച് 100 വോട്ട് മാത്രം കിട്ടി. അടുത്തടുത്ത വാർഡിൽ ഭാര്യയും ഭർത്താവും കൂടെ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ സുഗുനെ കൂടെ കാണാനില്ല. പിന്നെ സജീവ്, ഞാൻ ഈ പറഞ്ഞ പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല അവനെ. അവനാണെങ്കിൽ 2 പെൺപിള്ളേരെ പഠിപ്പിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, വീടിൻ്റെ ലോണുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം തൃശങ്കൂലായി. ഇയാളെന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഇലക്ഷൻ സമയത്ത് പോലും അയാളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ പിടിച്ചു നിർത്തി. അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല, എവിടെയില്ലാത്ത അവസ്ഥയിലെത്തിപ്പോയി. കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല എന്നുള്ള അവസ്ഥയിലാക്കി ആൾക്കാരെ. ഞാൻ പറഞ്ഞില്ല, യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ്. പിന്നെ നിലമ്പൂർ ബൈപ്പാസ് എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉള്ളതാണ്. അതായത് ഇൻഡർസ്റ്റേറ്റ് ഹൈവേ ആണത്. പക്ഷേ അത് 2 പാർട്ടായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മുഴുവൻ ബ്ലോക്കാണ്. നിലമ്പൂർ ടൗൺ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, വളരെ കൺജസ്റ്റഡാണ്, ഒരു നാരോ റോഡാണ്. അവിടെ ബൈപ്പാസ് കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് മുട്ടിക്കേണ്ട. ഈ ബൈപ്പാസ് ചെയ്യാൻ ഒരു MLA എന്നുള്ള രീതിയിൽ 9 വർഷം ഇരുന്നിട്ട് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേ സ്ഥലമൊക്കെ കെയർ ചെയ്തു, പിന്നെ കുറേ മണ്ണടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബിസിനസ്സാണല്ലോ. അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിലമ്പൂർ ഒന്നും ചെയ്യാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല. കാരണം നിലമ്പൂർ താമസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് തന്ത്രം അറിയാം അത്യാവശ്യം. എല്ലാം എങ്ങനെ വീണാലും 4 കാലിൽ വീഴാനറിയാം, പൂച്ച വീഴുന്ന പോലെ. സുധാകരൻ വനം മന്ത്രിയായിരുന്നു. അപ്പോൾ ഇയാളും സുധാകരനും കൂടെ 4ാം ഗ്രൂപ്പിൽ കുറച്ച് കാലം പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് DIC പോകുന്നത്.
സുധാകരൻ വനമന്ത്രി ആയിരുന്നപ്പോൾ നിലമ്പൂർ കാടിൻ്റെ വനം സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് സമിതി ഉണ്ടാക്കിയിട്ട് പി വി അൻവറിനെ ചുമതലപ്പെടുത്തി. വനം പുള്ളി നന്നായിട്ട് അങ്ങ് സംരക്ഷിച്ചു. പിന്നെ അവിടെ വനമില്ല, എല്ലാ സാധനം മുഴുവൻ കച്ചവടമാക്കി. ഇതാണ് പുള്ളിയുടെ മറ്റൊന്ന്. പുള്ളി അതുകൊണ്ട് ഈ വനത്തിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് പുള്ളി പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പുള്ളി പറഞ്ഞില്ല UDF-ലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണം. ഏത് പോലീസിനെ കയ്യിൽ വേണം. കാരണം പുള്ളിക്കെതിരെ ഒരുപാട് കേസുണ്ട്. പുള്ളിയെ അറസ്റ്റ് ചെയ്തില്ല, ആഭ്യന്തരമന്ത്രിയെ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലല്ലോ. 2 വനം വകുപ്പ് വേണം. കാരണം വനത്തിൻ്റെ രുചി അറിഞ്ഞു. വനമായ സ്വർണ്ണത്തിനേക്കാൾ വലിയ മുതലാന്നുള്ളത് മനസ്സിലായി. എനിക്ക് ആഭ്യന്തര വകുപ്പും വേണം വനം വകുപ്പും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സണ്ണി ജോസഫിനോട് പത്രക്കാർ ചോദിച്ചു ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതെന്ന് പറയാൻ അത് കൊടുക്കാൻ പറ്റത്തില്ല, അത് രണ്ടും ഞാൻ നോക്കി വെച്ചേക്കാന്ന് തമാശയായിട്ട് പറഞ്ഞു. പുള്ളി അത് ചിരിച്ച് കൈ ഒഴിഞ്ഞു. അതേപോലെ തന്നെ പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മത്സരിച്ച മണ്ഡലങ്ങൾ എവിടേക്കാണ്? ഏറനാട് പോയി മത്സരിച്ചു, പിന്നെ വയനാട്ടിൽ ലോക്സഭയ്ക്ക് മത്സരിക്കുന്നു, പിന്നെ നിലമ്പൂർ മത്സരിക്കുന്നു, ഇപ്പോൾ ബേപ്പൂർ പോകുന്നു. ഇനിയിപ്പോൾ അടുത്തത് പിന്നെ ഉഗാണ്ടയിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്രാവശ്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ മുരുകേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലത്തുകാരനായിട്ടുള്ള പ്ലാന്റർ ഉണ്ട്. അയാൾക്ക് ഊട്ടിയിൽ എസ്റ്റേറ്റ് ഉണ്ട്. നിലമ്പൂർ അയാൾക്ക് 200 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്, റീഗൽ എസ്റ്റേറ്റ്. വളരെ മാന്യനായ മനുഷ്യനാണ്. പുള്ളിയാണ് ഇയാൾ DMK-യിൽ പോയി ചേരുന്നത് മുടക്കിയത്. സ്റ്റാലിനുമായിട്ടും ജയലളിതയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. ജയലളിത മരിച്ചപ്പോൾ സ്റ്റാലിനുമായിട്ട് ഇപ്പോൾ വളരെ നല്ല ബന്ധമാണ്. എടപ്പാളി പളനിസ്വാമിയായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഈ മുരുകേഷ് നരേന്ദ്രൻ. കാരണം ഊട്ടിയിൽ ഇത്രയും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. പുള്ളിക്ക് നിലമ്പൂർ 200 ഏക്കർ സ്ഥലമുള്ളിടത്ത് അൻവർ ഗുണ്ടകളെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ മരം വെട്ടുക, ഇയാൾക്കെതിരെ ട്രൈബൽസിനെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേ പരിപാടി ചെയ്തു. അയാളോട് തൊട്ട് കഴിഞ്ഞാൽ അയാൾ തീക്കട്ടയിൽ ഉറുമ്പരിച്ച പോലെയാണ്. പുള്ളി തിരിച്ചും പുള്ളിക്ക് CR ഒന്നൊരു പ്രശ്നമല്ല, മില്യൺ കണക്കിന് പൈസയുണ്ട്. പുള്ളി പൈസ എടുത്ത് എറിഞ്ഞ് തിരിച്ച് ഉള്ള കേസിൽ മുഴുവൻ ഇയാളെ കുടുക്കി. വിവരാവകാശ പ്രകാരം ഓരോന്ന് പൊക്കുക, കേസ് ലോക്ക് ചെയ്യുക. അങ്ങനെ ഇയാളുടെ ലാൻഡ് എല്ലാം ഇയാൾക്ക് ലാൻഡ് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിപ്പോയി. ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടു. ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് അത് ഞാൻ പുള്ളിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇയാളെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പാലക്കാട് ഒരു മേത്രായിരുന്നു ജില്ലാ പ്രസിഡന്റ്. അവർ സ്ഥാനാർത്ഥിയാക്കാനും കണ്ട് നിന്നിരുന്നതാണ്. ഇയാൾ വിട്ടുപോയി. അതേപോലെ ചേലക്കരയിൽ ഇവരെ സ്ഥാനാർത്ഥിയായിരുന്ന TMCയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച സമയത്ത്. ആ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ സുധീർ തന്നെ പാർട്ടി വിട്ടുപോയി. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ സുധീർ, അയാൾ വിട്ടുപോയി. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിട്ട് അതിന് ശേഷം വന്ന ആളും വിട്ടുപോയി. പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റായിരുന്നു നിസാർ പറമ്പിലോ കണ്ട് ഇവൻ വിട്ടുപോയി. തൃശ്ശൂർ ജില്ലയുടെ തന്നെ പ്രസിഡന്റായിട്ട് പിന്നീട് മനാഫിനെ കോർഡിനേറ്ററായിട്ട് മനാഫിനെ കൊണ്ടുവന്നു, മനാഫ് വിട്ടുപോയി. മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും എല്ലാം കോർഡിനേറ്റർമാരും പ്രസിഡന്റുമാരും എല്ലാം വിട്ടുപോയി. എല്ലാവരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സംവിധാനം ഇല്ലതാനും. 2 മഹിളാ കോർഡിനേറ്റർമാർ വന്നു. ആദ്യം എറണാകുളത്തുകാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന മഹിളാ കോർഡിനേറ്റർ. അവർ രാജിവെച്ച് പോയി. പോയപ്പോൾ പാലക്കാട് നിന്നുള്ള ഷൈബ മുരളിയെ കൊണ്ടുവന്നു, അവരും രാജിവെച്ച് പോയി. യൂത്ത് കോർഡിനേറ്ററായിട്ടൊരു പവിത്രൻ ഉണ്ടായിരുന്നു, പവിത്രൻ രാജിവെച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു മുസ്തഫയെ കൊണ്ടുവന്നു, മുസ്തഫയും പോയി. നിലമ്പൂരും വണ്ടൂരും ഏറനാടും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് കൂടെ സംഭവം. അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരാ പുള്ളിയുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളി പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ അൻവറിസം എന്ന ഒരു പുതിയ ഇസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ തന്നെ പുള്ളി പറയുന്നുണ്ട് മരുമോനിസം. അതിനെക്കുറിച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാൽ അളിയനിസത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. വേറെ അങ്ങനെ സംഭവം ഉണ്ട്. അൻവറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയെക്കുറിച്ച് മരുമോനിസം എന്ന് പറയുന്നുണ്ട്. പിണറായിയുടെ മരുമോൻ ആയതുകൊണ്ടല്ല റിയാസ് മന്ത്രിയായത്. റിയാസ് DYFIയുടെ അടിത്തട്ടിൽ നിന്ന് വന്ന് SFIയുടെ അടിത്തട്ടിൽ നിന്ന് വന്ന് അതിനപ്പുറത്ത് പിണറായി വിജയൻ്റെ മരുമോൻ എന്നുള്ള നിലയ്ക്കല്ല ഇയാൾ മന്ത്രിയായത്. അങ്ങനെ സിസ്റ്റം CPM-നകത്തില്ല. പിന്നെ സത്യത്തിൽ ഈ മരുമോനിസം എന്ന വാക്ക് നിരർത്ഥകമായ ഒരു വാക്കാണ്, അർത്ഥശൂന്യമാണ്. കാരണം അയാൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ A റഹീം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, റിയാസിന് ശേഷമുള്ള രാജ്യസഭാ മെമ്പറായി. അത് ഇയാളുടെ മരുമോനായിട്ടാണോ? അല്ലല്ലോ. സ്വരാജിനെ പല സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാജീവ് മന്ത്രിയായി. വളരെ ചെറുപ്പം വീണ ജോർജ് വന്നു. ഇതൊക്കെ ആരെങ്കിലും ബന്ധത്തിൻ്റെ പുറത്താണോ? അല്ലല്ലോ. അങ്ങനെ ഓരോരുത്തരും വരുന്നുണ്ട്. മരുമോനിസത്തെക്കുറിച്ച് അധികം പറഞ്ഞാൽ PV അൻവറിനോട് പറയാനുള്ളത് അളിയനിസത്തെക്കുറിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു പപ്പു യാദവാണ് ഇദ്ദേഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പിന്നെ പുള്ളിയെങ്ങാനും മന്ത്രിയായി കഴിഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് എന്നെ തന്നെ ആയിരിക്കും വെക്കുക. കാരണം ജയശങ്കർ വക്കീലിനെയും ബിനു ബിജോണിനെയും ഷാജിസ് കറിയൊക്കെ ഉപേക്ഷിക്കുക. ഇവരെക്കാളൊക്കെ പ്രശ്നം എനിക്ക് തലവേദന രാജൻ ജോസഫാന്ന് കരുതിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി ഫാൻസിൻ്റെയും കൂടെ കൂടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി കാത്തിരുന്ന് കാണാനുള്ളൂ.